Welcome. English Academy is continuing our spoken English classes. Always remember, English is a skill subject. അത് സ്കില്ലാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടത്. അറ്റ് ദി സെയിം ടൈം സ്റ്റുഡൻസ് കൺസിഡർ ഇറ്റ് ആസ് എ സ്കിൽ, അല്ലെങ്കിൽ പണിപ്പാടും. നമ്മുടെ ഓൾഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഐ തിങ്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഷുഡ് ബി ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അത് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. കാരണം ബാക്കി സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ, കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിലോ ന്യൂ മെത്തേഡ്സ് ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ ഹാൾസ്, സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ അതെല്ലാം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ലാബിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഒരധ്യാപകൻ കയറി ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി മാറ്റണം. ആൻഡ് ഗ്രാമർ ടീച്ചിങ് ഷുഡ് ബി ചേഞ്ച്ഡ് ടോട്ടലി. നമ്മുടെ സ്റ്റുഡൻസിന് സ്വന്തമായി ഇത് കൈകാര്യം ചെയ്യാൻ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അവരിത് സ്വയം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ പോകണം. ഒരു അധ്യാപകൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം എ സ്കിൽ ഷുഡ് ബി ലേൺഡ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ആശാനം അവിടെ കാര്യമുണ്ട്, പക്ഷേ ആശ കംപ്ലീറ്റ് ഈ പിള്ളേരെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പണിയും ഈ പിള്ളേർ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യത്തില്ല. അപ്പം ഇംഗ്ലീഷ് ടീച്ചിങ്, ഇംഗ്ലീഷ് ലേണിങ്ങിന് പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മുടെ സ്കൂളുകളോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മുമ്പോട്ട് പോകും. സോ ഇംഗ്ലീഷ് അക്കാഡമി, realizing these facts, all these facts, now we have language lab facilities. We are improving, already we have language lab facilities. Now we are improving our language lab facilities. And always remember, as we told many times, student centralized is the norm here. Student centralized. A student should practice it, not learn or teach. Study. Learn or study is not words to practice. Learn English or practice English is the word. Not learn English or study English. Practice is the apt word while you learn English. Instead of, I again told you, learning എന്നോ സ്റ്റഡിങ് എന്നോ പറയാതെ അത് പ്രാക്ടീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓൾവേസ് റിമെമ്പർ, ദിസ് സ്കിൽ ഷുഡ് ബി ലേൺഡ് ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. അപ്പം ഇതിനെ പ്രാക്ടീസ് എന്ന് നിങ്ങൾ വിളിക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്കിപ്പോഴുള്ള സാധ്യതകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇനി എന്തൊക്കെയാണ് വേണ്ടത്. യു ഷുഡ് ആസ്ക് യുവർ ടീച്ചേഴ്സ്, യു ഷുഡ് ആസ്ക് യുവർ ട്രെയിനീസ് അബൌട്ട് ദിസ്, ആൻഡ് ദെൻ ഓൺലി your English learning become a complete success, right?